ആമിനെ കുളിക്കാൻ വേണ്ടിക്കാണ് തിരിച്ചു വരുമ്പോ ഇതുപോലെണ്ണം കാണുമ്പോ അതൊക്കെ പെരുത്ത് സന്തോഷാവും. അത് മനസ്സിൽ കരുതി ഒരു കണ്ണാടി പൊതിഞ്ഞ് അത് എന്റെ കൈ കൊടുത്ത് കാശും വാങ്ങി അയാൾ പോയി. അത് തുറന്നു പോലും നോക്കാതെ പെട്ടിപ്പുറത്ത് വെച്ച് വാതിൽ ചാരി സന്ദേശം വാങ്ങാൻ പോയി. പുളികായിലെത്തിയ ആമിന പെട്ടിപ്പുറത്ത് വെച്ച പൊതി അഴിച്ചു നോക്കി. ഞെട്ടിപ്പോയി. ഒരു സുന്ദരി പെണ്ണ് എന്റെ കൽപ്പിച്ച് മാത്രമല്ലോ ആമിനെന്ന്. എത്ര വട്ടം പെണ്ണ മനുഷ്യനെ ഇപ്പൊ കണ്ടില്ലേ? ഒരു സുന്ദരി പെണ്ണ് ആമിനയുടെ കരച്ചൊക്കെ അടുത്ത വീട്ടിലെ പാത്തുമ്മ ഓടി വന്നു. അവളും കണ്ണാടി നോക്കി. എന്നാലും ഈ കിടക്കപ്പോഴത്തെ പെണ്ണിന് വെച്ചിട്ട് കൊണ്ണയില്ലാതെ പിന്നെ പിന്നാലെ പോരണ്ടിനാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതൊക്കെ ഇങ്ങളെന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നല്ലേ പാത്തു താത്ത. സുന്ദരി തന്നെ ആമിന. ആമിനയുടെ കരത്തിട്ട് വന്നു. ഉച്ച കഴിഞ്ഞ് അത് ചന്തയിൽ നിന്ന് വന്നു. സാധാരണ തട്ടിയും കാത്ത് നിന്നേരിക്കാനുള്ള ആമിനെ കാണാതെ തെല്ലുപരിഭവത്തോടെ തിണ്ണയിലേക്കു കയറി. അതുവരെ കണ്ടതാ ആമിന കണ്ണാടി പിടിച്ചുകൊണ്ട് അയാളിക്കൊണ്ട് കാണായിലേക്ക് വന്നു. ഏതായി പെണ്ണ്? എനക്കിപ്പോ അറിയണം. പെണ്ണ്? ഏത് പെണ്ണ്? അതും കണ്ണാടി വാങ്ങി നോക്കി. ഇതായി പെണ്ണുണ്ടായേ. ഞാൻ ചന്തയിൽ പോയപ്പോ ഇവിടെ വന്ന് വിളിച്ചതാണ് ഞാനും ചോദിക്കുന്നത്. എന്നിട്ട് എന്റെ മേക്കട്ട് കയറുക. അവർ തമ്മിൽ പിടിവലിയായി. പത്തുമണ്ടാളിയും മാറ്റി തിരിക്കാൻ ശ്രമിക്കുമ്പോ കണ്ണാടി നിലത്ത് വീട് പൊട്ടിച്ചു തറി. അവർ അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോ അതേ ശബ്ദം, സബദീപ് കണ്ണാടി, സബദീപ് കണ്ണാടി. അയാളെ കണ്ടതാ. അത് ചാടി വീണു. എനിക്ക് തന്ന സാധനം എല്ലാം കുഴപ്പത്തിന് കാരണം എന്റെ ഇതാണോ കണ്ണാടി? അയാളാണ് ഇതൊക്കെ നോക്കുന്നത്. അയാളുടെ മുഖം കാണുമ്പോ അയാൾക്ക് കണ്ണാടിയിലേക്ക് അത് അതിനെ ഒന്നിച്ച് നോക്കി. അങ്ങോട്ട് ചിരിക്കുന്ന മുഖം കണ്ട് അത് ഒന്നിച്ച് പറഞ്ഞു, നമുക്ക് എന്തിനാ കണ്ണാടി? നന്ദി, നമസ്കാരം.